നമസ്കാരം, മുത്തിൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഗുരുവായൂരപ്പനെ എന്നും കണ്ടു തൊഴുതാലോ? എങ്ങനെയാ ഗുരുവായൂരപ്പനെ എന്നും കണ്ടു തൊഴുന്നേ? നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഗുരുവായൂർ വരെ പോകണ്ടേ? എന്നും പോകാൻ പറ്റുമോ? വേണ്ടാന്നേ. മാവേലിക്കര ശ്രീ ഗുരുവായൂരപ്പ ക്ഷേത്രത്തിൽ പോയാൽ മതി. സാക്ഷാൽ ഗുരുവായൂരപ്പനെ എന്നും കണ്ടു തൊഴാം. മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് തെക്കുവശത്തായിട്ടാണ് മാവേലിക്കര ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ടിപ്പുവിൻ്റെ മലബാർ തിരുവിതാംകൂർ ആക്രമണം AD 1788 1792 കാലഘട്ടത്തിലായിരുന്നു. ഗുരുവായൂരപ്പൻ മാവേലിക്കരയിൽ എഴുന്നള്ളിയത് ഈ കാലഘട്ടത്തിലാണ്. ടിപ്പു സുൽത്താൻ്റെ ആക്രമണകാലത്ത് ഗുരുവായൂരപ്പനെ ഇളക്കിയെടുത്ത് അമ്പലപ്പുഴ കൊണ്ട് കുടിയിരുത്തി. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയും ഗുരുവായൂരപ്പനും വാസ്തവത്തിൽ ഒന്നാണെങ്കിലും അവർ രണ്ടുപേരും കൂടി ക്ഷേത്രവളപ്പിൽ താമസിക്കുന്ന കാലത്ത് പല മത്സരങ്ങളും പിണക്കങ്ങളും നടന്നതായി ഐതിഹ്യങ്ങളിൽ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനുള്ളിൽ ഗുരുവായൂരപ്പനെ കുടിയിരുത്താതെ തെക്കുവശത്തായിട്ട് കുടിയിരുത്തി.